അഞ്ചാമത്തെ വിഗ്രഹം കൈവിട്ടുപോയി. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? അതൊന്നും ഇനി പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ആ, നമുക്കിനി അടുത്ത വഴി നോക്കാം. കൈവിട്ടുപോയ ആ വിഗ്രഹം തിരിച്ചു പിടിക്കാൻ വേറെ വഴിയൊന്നുമില്ലേ? ഒരിക്കൽ കളവ് പോയതല്ലേ, ആ, ഇനി കുറെ നാളത്തേക്ക് അവർ സുരക്ഷ ശക്തമാക്കും. ഉം. ആ സമയത്ത് നമ്മൾ അത് എടുക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യക്ക് തുല്യ. യെസ്, ദാറ്റ്സ് റൈറ്റ് സർ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? കയ്യിലുള്ള 4 വിഗ്രഹങ്ങൾ നമ്മൾ ഉടനെ തന്നെ ഷിപ്പ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. ആ, ഓക്കെ. ഓക്കെ. ഓക്കെ സർ, അപ്പോ നമ്മുടെ മിഷൻ സക്സസ് ആയല്ലേ? ശരി സർ. ഓക്കെ, സാമുവലിനെ പിടിച്ചു. 4 വിഗ്രഹങ്ങളും തിരിച്ചു കിട്ടി. ആരാ അപ്പൊ സാമുവലിനെ പിടിച്ചേ? സാമുവലിന്റെ നീക്കങ്ങള് ജോർജ് സാറിന്റെ ഒരു ടീം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാള് വിഗ്രഹങ്ങള് ഒരു ബോട്ടിലാക്കി കപ്പലിൽ കയറ്റാൻ കൊണ്ടുവന്ന സമയത്തായിരുന്നു അറസ്റ്റ്. അപ്പോ 5 വിഗ്രഹങ്ങളും തിരിച്ചു കിട്ടിയല്ലേ? അതെ, പക്ഷേ മേനോൻ ഇത്തവണയും രക്ഷപ്പെട്ടു. നീ ഓഫീസിലേക്ക് പോകണ്ടോ? ആ, ഞാൻ പോകുന്നുണ്ട് ചെറിയച്ച. ഉടനെ തന്നെ ഇറങ്ങാന്ന് വിചാരിക്കായിരുന്നു. ഒരു ഫയൽ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ ഏൽപ്പിക്കാനുണ്ട്. പോകുമ്പോ ഇത് ഓഫീസിൽ കൊടുത്തേക്ക്. ആ, ഓക്കെ, ഞാൻ കൊണ്ടേക്കോളാം. ആ പൃഥ്വി, നീ ഇന്ന് നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? അത് എന്ത് ചോദ്യാ പോലും വേദ, ഇവൻ ഇതുവരെ എന്തെങ്കിലും കൃത്യമായിട്ട് ഓഫീസിൽ പോയിട്ടുണ്ടോ? ആഹാ, ദേ അഷിത റെഡി ആയിട്ട് വരുന്നുണ്ടല്ലോ. അവൾ ഓഫീസിലേക്കായിരിക്കും. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവളോട് ഓഫീസിലൊന്നും പോകണ്ട, ഇവിടെ ഇരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. നീ എങ്ങോട്ടാ അഷിതേ? ഞാൻ ജോലിക്ക് പോവാൻ. ഈ സമയത്ത് നിന്നോട് ശരീരം ശ്രദ്ധിക്കണമെന്നും അധികം അലച്ചിലൊന്നും വേണ്ടെന്നും ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഓഫീസിലോട്ട് പോകുന്നത്? ഒന്ന് പ്രഗ്നന്റ് ആയെന്ന് കരുതി ആളുകൾ എപ്പോഴും ബെഡിൽ തന്നെ കിടക്കുകയാണോ ചെയ്യുന്നേ? സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ സ്ത്രീകളും ചെയ്യുന്ന തന്നെയല്ലേ? 8 മാസവും 9 മാസവും ഒക്കെ ആയ സ്ത്രീകൾ വരെ ജോലിക്ക് പോകുന്നതും വീട്ടുജോലി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുള്ളതാ. ഞാൻ നമ്മുടെ ഓഫീസിലേക്കല്ല ജോലിക്ക് പോകുന്നത്. ഏത് കമ്പനിയിലാ അഷിതയ്ക്ക് ജോലി കിട്ടിയത്? QTV. താരയുടെ ചാനലല്ലേ അത്? അതെ,